പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും സരിതയുടെ അച്ഛൻ്റെ തല എന്ന് കുറേ വട്ടം പറയാറുണ്ട് ചില വീഡിയോകളിൽ കേട്ടോ. തല എന്ന് ഉദ്ദേശിക്കുന്നത് ആളെ ഭയങ്കര ബുദ്ധിയാണ്, ആളൊരു നാടൻ എൻജിനീയറെ കൂടിയിട്ടാണ്. ലെയ്ത്ത് വർക്കാണ് സരിതയുടെ അച്ഛന്. അപ്പോൾ സരിതയുടെ വീട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അടിയിൽ അച്ഛൻ്റെ വർക്ക് ഷാപ്പും ഒരു ഗോഡൗണുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിലാണ് അതിൻ്റെ മുകളിലാണ് വീട്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ തുന്തുരു ഇപ്പോൾ പുതിയതായിട്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് തുന്തുരുവിൻ്റെ പാചക സ്ഥലം. തുന്തുരു ഇപ്പോൾ പുതിയതായിട്ട് ഫുഡിൻ്റെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിപ്പോൾ അതിൻ്റെ ചുറ്റും ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഇതാക്കി. അതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ചുറ്റും മറച്ചു. എന്നിട്ട് അവിടെയാണ് അവൻ ഫുഡ് പാചകം ചെയ്യണത്. അപ്പം അന്ന് ഞാൻ ചോദിച്ചത് എവിടെ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ അവൻ വന്ന സമയത്ത് നമ്മുടെ ഗോഡൗൺ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഒഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അവൻ ആ ഗോഡൗണിലാണ് തുടങ്ങണേന്ന്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാം അടിയിൽ സുഖമല്ലേ വിചാരിച്ചു. പക്ഷെ അവൻ പറഞ്ഞാൽ അതിന് വേറെ ആൾക്കാർ വരാണെങ്കിൽ അത് കൊടുക്കാം, കാരണം മാസം വാടക കിട്ടണത് എന്തിനാ അത് വെറുതെ കളയണേ, മുകളിലെ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് മുകളിലേക്ക് 2ാം നിലയല്ല, അതിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ മുഴുവൻ കയറ്റണമല്ലോ. അതും നമ്മൾ വെല്ലപ്പള്ളി ചെയ്യണ പോലെയല്ലോ എന്നും ചെയ്യാന്ന് പറയുമ്പോൾ അരിച്ചാക്ക്, ഗ്യാസും കുറ്റി ഒക്കെ. ഈ ബിരിയാണി അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ 50 കിലോൻ്റെ ചാക്ക്. പിന്നെ അതുപോലെ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിൻ്റെ ഇതല്ലേ, സാധാരണ കുറ്റി തന്നെ ഉണ്ട് വെയിറ്റ്. മറ്റേതാകുമ്പോൾ 19.5 കിലോ എത്ര കിടല്ലേ, അതും മുകളിലേക്ക് എത്തിക്കണം. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഈ ഐറ്റംസ് എല്ലാതും താഴ്ത്തേക്ക് എത്തിക്കണം കഴിയുമ്പോൾ. അപ്പോൾ അത് വയ്യാണ്ടാവില്ലേ, ഈ സബോള ചാക്ക് അതൊക്കെ ഇതുണ്ടാവില്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ അന്ന് വലിയ ഇത് പറഞ്ഞില്ലേ, പക്ഷേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും സഹായിക്കാൻ ചെല്ലും ഇവരെ കാണുമ്പോഴേ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടാവും, അവർക്ക് വയസ്സായില്ലേ. അപ്പോൾ അച്ഛന് ഒരു ലിഫ്റ്റിനെ കുറിച്ചിട്ട് ആലോചന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിഫ്റ്റിൻ്റെ ആൾക്കാരെ 2-3 പേരൊക്കെ വന്ന് നോക്കിയപ്പോൾ 2.5 ലക്ഷം, 3 ലക്ഷം, ചിലർ 8 ലക്ഷം അങ്ങനെ എത്രയൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സാധനം ഔട്ടാ. നല്ല ഭയങ്കര ഗ്ലാമറുള്ള നമ്മൾ മാളുകളിലൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ നല്ല. പിന്നെ കുറേ പേര് പറഞ്ഞു അവിടെ സ്ഥലമില്ല, നിങ്ങൾക്ക് കാണാം അതൊക്കെ അവിടെ എന്തോരം സ്ഥലം ഉണ്ടെന്നൊക്കെ. അപ്പം ഉള്ള സ്ഥലത്ത് ആ പരിമിതമായ ഇതിൽ അച്ഛൻ അവരെ ഒക്കെ പറഞ്ഞു വിട്ടു. അച്ഛൻ വിചാരിച്ച് അവർ പറഞ്ഞു ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, 4 ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും ലിഫ്റ്റ് ഇങ്ങനെ പോവുക. അപ്പം അതിന് തന്നെ വരും നല്ല പൈസ. അപ്പം അച്ഛൻ്റെ ഐഡിയയിൽ ചെയ്തു ലിഫ്റ്റ് പണിതു മുകളിലേക്ക്. അപ്പം അതിനെ കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അത് നമുക്ക് ഞങ്ങൾ പോവാണ്. ഞാൻ വർക്ക്ഷോപ്പിൽ പണിയുന്നതിൻ്റെ ഇടയിൽ ഇവർ ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറക്കി കൊണ്ടിരുന്നത് കാണുമ്പോൾ ഞാനും ചെല്ലും സഹായിക്കാൻ. 2 പ്രാവശ്യം കയറി എനിക്ക് വയ്യാണ്ടായി. അപ്പം എനിക്കാകെ ഫുഡ് ശരിയായത് കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇറക്കി കൊണ്ടുവരണം. അപ്പം ഇവർ ഓരോരുത്തർ ഇറങ്ങുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ 2 പ്രാവശ്യം കയറിയാൽ എനിക്ക് വയ്യ. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി ഇത് ശരിയാവില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്. ഞാൻ സംഗതി ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട്, പല വെറൈറ്റി ഇതിലുണ്ട്. പക്ഷെ ഞാൻ പലരായിട്ട് അന്വേഷിച്ചു ഇങ്ങനെ ഒരു ലിഫ്റ്റ് പിടിപ്പിക്കാൻ. അവർ വലിയ എമൗണ്ടാണ് പറയുന്നത്, 2.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചെറിയ ഐഡിയ കൂടെ പരിപാടിയാവുക സക്സസ് ആയി. കണ്ടവരെല്ലാവരും അത് ഭയങ്കരമായി തന്നെ എല്ലാവരും പറയുന്നത്. 60,000 രൂപ ചെലവ് അച്ഛൻ്റെ പണിക്കൂലി അടക്കം അല്ലേ? അല്ല മൊത്തം 60 രൂപ താഴെ വന്നിട്ടുള്ളൂ, 60,000 രൂപ താഴെ ഇതിന് വന്നിട്ടുള്ളൂ. അതിൽ മോട്ടർ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ മറ്റേ മെറ്റീരിയലൊക്കെ ഇവിടെ അടുത്തുനിന്ന് ഇഷ്ടംപോലെ കിട്ടാണ്ട് ഞാൻ അതവിടെ പോയി. പിന്നെ ഒരു കൂട്ടുകാരുണ്ട്, അവനാണ് ഇതിൻ്റെ എൻ്റെ ഒപ്പം നിന്നത്. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന മാതിരി അവൻ പണിത് തരും. അങ്ങനെ ഒരു കൂട്ടുകാരുണ്ട് എൻ്റെ കയ്യിൽ, തിംത്തി എന്നാണ് അവൻ്റെ പേര്. തിംത്തി ഇവിടെ അടുത്ത് തന്നെ അവൻ്റെ വീട്. അവൻ ഈ ഗേറ്റ്, ഗ്രില്ല് അങ്ങനെയുള്ള ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കാശോടെ ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ ഒപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെയും കൂടെ സഹായം ഇത് പിടിപ്പിക്കാനെല്ലാവരും അവനാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഐഡിയ കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത്, കുറേ അവൻ്റെ ഐഡിയ ഉണ്ട്. അങ്ങനെ ഇത് സാധനം സെറ്റപ്പായി, സംഗതി അടിപൊളിയായി. മോട്ടർ വാങ്ങിച്ചിട്ട് കമ്പനി പറയുന്നത്
600 കിലോ തൊട്ട് 1200 കിലോ വരെ വെയിറ്റ് പൊന്തിക്കുന്നെന്ന് പറഞ്ഞ. പക്ഷേ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമുക്കൊരു 200-300 പോയാൽ മതി. പക്ഷേ ഓൾറെഡി ഇപ്പോൾ ഒരു 3 ആൾ 80-85 കിലോ ഉള്ള 3 ആൾ ഒരുമിച്ച് കയറിയതിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു 300 കിലോ ഇഷ്ടം പോലെ അത് പൊന്തിക്കാന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ കമ്പനി പറയുന്നുണ്ട്. പക്ഷെ കമ്പനി അങ്ങനെ പറയുന്നെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റില്ല. കമ്പനി പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. വരുന്നില്ല. ഈ മോട്ടർ കോയമ്പത്തൂരിൽ നിന്ന് വർത്തിക്കുക ചെയ്ത. പക്ഷെ ആ റോപ്പ് ഇടയിൽ കയറി ചുറ്റിയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ അഴിച്ചത് റോപ്പ് അത് നീളം കുറച്ച് ഞാൻ തന്നെ അത് ശരിയാക്കി. ഇതിനെ ലിഫ്റ്റിന്റെ ആൾക്കാർ വന്ന് നോക്കിയപ്പോ അവര് പറഞ്ഞത് 4 ആ ഗ്യാപ്പ് കാണിച്ചാൽ മതി. ആകെ 2 അടി ഇവിടെ വീതിയുള്ളേ. ഈ വീതിയിൽ കുറഞ്ഞു വരിക. സ്ഥലത്തിന് കിടപ്പ് അങ്ങനെയാണ്. അപ്പൊ ഈ ഗ്യാപ്പില് ഇത് ഒതുങ്ങണം. ഇത്രയുള്ള സ്ഥലം, ഇത്രയുള്ള സ്ഥലം ഇതിന്റെ ഉള്ളിൽ ഇത് ഒതുങ്ങണം. അപ്പൊ ഇത് ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ അവര് ഇവിടെ പറ്റില്ല, ഇവിടെ ലിഫ്റ്റ് പിടിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ പലരും അഭിപ്രായം. പിന്നെ ചിലവർ പറഞ്ഞത് ഇതിപ്പോ 2 കാലും നിൽക്കണം 4 കാല് വേണം, ഫ്രെയിം ഉണ്ടാക്കണം, അങ്ങനെ വലിയതൊക്കെ. അപ്പൊ ഞാൻ അവരോട് ശരി ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി ചുമരുമ്പന്നെ കാലൊന്നുമില്ല, 2 റെയിൽ പിടിപ്പിച്ചിട്ട് ഇതുമ്മലാണ് ചെന്നിട്ടുള്ളത്. ഇത് അടി ഇത് ഫൗണ്ടേഷൻ അടിയിൽ ഒന്നും ചെയ്തിട്ടില്ല. കുഴി കുത്തി കുഴിച്ചിട്ട് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് വെറുതെ ഇങ്ങനെ ചുമരുമ്പോ ടച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. വേറെ ഇവിടെ യാതൊരു പരിപാടിയില്ല. ഒന്നാമത്തെ കാര്യം താത്താഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിക്കൂട്ട് പൈപ്പ് പോണ കാരണം ഇവിടെ താത്തി ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പരിപാടി പ്ലാൻ ചെയ്തു. ഇത് ഇങ്ങനെ ഗ്യാപ്പിട്ട് 3 അടി അകലത്തിൽ ഇത് ചുമരുമ ഇതിനെ പിടിപ്പിച്ചിട്ടുണ്ട്. ജനല് കാണുന്നതാണ് നമ്മുടെ വീട്. ജനലിന്റെ അവിടെ കട്ട് ചെയ്തിട്ട് ഒരു ഡോർ വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് റൂമിലേക്കും കയറാം. അത് പ്ലാൻ ഉണ്ട്. അത് വേണ്ടി ഇത് സ്റ്റാർട്ടായതിനു ശേഷം ഇത് കഴിഞ്ഞ പിന്നെ വയസ്സായി കയറാൻ പറ്റാണ്ടാവുമ്പോ വരുന്നവർക്കും കയറാനായിട്ട് അങ്ങനെ ഒരു സൗകര്യം ചെയ്യണം. പ്ലാൻ ഉണ്ട് മനസ്സിൽ. അപ്പോൾ തുന്തൂരിന് ഫുഡ് റെഡി ആവണത് അവൻ ഈ ലിഫ്റ്റിന്റെ അവിടെ കൊണ്ടുപോയിക്കും. എല്ലാം റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വരും, താഴത്തേക്ക് വന്നോളും. പിന്നെ അതൊക്കെ പിന്നെ കാണിക്കാട്ടാ. ഇനി അച്ഛന് അങ്ങനെ ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കണതല്ല. അച്ഛൻ നമ്മുടെ സ്ഫടികത്തിലത്തെ ആടുതോമയുടെ പോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാട്ടാ. മോളിക്ക് കയറാം, നമ്മുടെ വീട്ടിലേക്ക് പോവാം. എനിക്കൊരു വഴിയിലിരിക്കലടി. അപ്പൊ നമ്മൾ മോളിലേക്ക് വന്നു. ഈ ഡോറും പിന്നെ ഇതിന്റെ ചുറ്റും ഗ്രില്ല് ഇങ്ങനെ അടച്ചതൊക്കെ നമ്മുടെ സുമേഷ് കേട്ടാ. ഈ ഡോർ വെച്ചത് സുമേഷ് അല്ലേ? അതന്നെ സുമേഷ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലിഫ്റ്റിന്റെ ഒരു ഇത് എന്ന് പറയണത്. ഇങ്ങോട്ട് കടക്ക് വാവാ. സ്ഥല സൗകര്യമില്ലാത്ത കാരണം നമ്മൾ ചെറുതാക്കി ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോഴേ ഈ മോട്ടർ കറക്റ്റ് ഈ ബീമുമ്മ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ കിട്ടിയ കാരണം അതിമ സെറ്റ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ റോപ്പ് ചുമരുമ്പോ ഒരയ്യ, ഈ റോപ്പ് ഈ ചുമരുമ്പോ ഒരയ്യ. അപ്പോൾ എന്ത് ചെയ്തു അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വീല് സെറ്റ്. അപ്പോൾ ഓൺ ചെയ്യും പറയും കേട്ടോ. അപ്പോൾ അത് ഒരയില്ല, അത് പ്രശ്നമില്ല. കേബിളിനും കംപ്ലൈൻ്റ് ഇല്ല, ചുമരിനും കംപ്ലൈൻ്റ് ഇല്ല. ഇങ്ങനെ അച്ഛൻ്റെ ഓരോ ഐഡിയകൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഐഡിയ വരാൻ സമയത്ത് അങ്ങനെ ചെയ്യണതാണ് അച്ഛൻ. ജസ്റ്റാണ് വരുന്നത്, ജസ്റ്റാണ് ഗ്യാപ്പ് വരുന്നത്. സാധനങ്ങളെല്ലാം സെറ്റ് ആയി കണ്ട. ഇത് ഓരോന്ന് നമുക്ക് ഒരു സമയം ഇറക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക്, ഒരെണ്ണം പിടിച്ചിട്ടേ. അപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ എത്ര വട്ടം 3-4 പ്രാവശ്യം കോണി കയറി ഇറങ്ങണം. 2 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ തന്നെ കണ്ട. ഞാൻ പറയും ഇൻഡസ്ട്രിയലിന്റെ കുറ്റി വലിപ്പം കൂടുതലായിരിക്കും ഈ സിലിണ്ടറേ.
അപ്പോൾ ഈ സാധനം ഫുൾ കുറ്റി ഇപ്പോൾ മൂളി കൊണ്ടുവച്ചാണ്. ഇത് മൂളി കയറ്റി കൊണ്ടുവരാൻ നല്ല പണിയാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസും കൂടി ആവാനുണ്ട്. ഒരുവിധം ഇതിപ്പോൾ ഇറക്കാൻ പോവര്. അതങ്ങോട്ട് പിടിച്ചോ. ശരി. സജീഷ് ഏട്ടനാട്ടാ, എൻ്റെ വല്യമ്മയുടെ മോനാണ് സജീഷ് ഏട്ടൻ. ഇപ്പോൾ എത്ര ദിവസമായി ഉണ്ടാവും വന്നു തുടങ്ങിയിട്ട്? 18 ദിവസമായി ഇന്നത്തേക്ക് ആള് ഇവിടെ ജോയിൻ ചെയ്തു, ഹെൽപ്പറായിട്ട്, അസിസ്റ്റന്റ് ആയിട്ട്. അതെ, ആൾക്ക് കാശൊന്നും വേണ്ട. അതെ അതെ സജീഷ് ഏട്ടാ, ഫുഡ് മാത്രം മതി. അതെ. കൂലി വേണ്ട, ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, എന്തോരം വേണേ പണിയെടുത്തോളാം. ഭക്ഷണം പ്രവേശത്തിൽ തന്നെ ഭക്ഷണം വേണം. ഇതാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺ. കണ്ട, ഈ ഐറ്റംസിനെ അത്രയും പ്രാവശ്യം കയറി ഇറങ്ങണം. ഇതൊക്കെ ഓരോന്നോരോന്ന് ഇറക്കാനായിട്ട്. നിസ്സാരം പറഞ്ഞ ഒരു അച്ചാർ കൊണ്ടുപോയാലും ഒരു സർലസ് പാത്രം കൊണ്ടുപോയാലും ഓരോ പ്രാവശ്യം കയറണം. അതന്നെ. അപ്പൊ ഇവരിങ്ങനെ ചക്കരയും തുന്തുരും കയറി ഇറങ്ങണാണ് അച്ഛനമ്മയും സഹായിക്കാൻ വരും. അപ്പൊ ഇവർക്ക് വയ്യാണ്ടാവേ അച്ഛനമ്മ. 2 പ്രാവശ്യം കയറി എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാ. കയറ്റിക്ക് അത് നീക്കിക്കാന്ന് വെച്ചാൽ ഇത് ഒരു സെറ്റ് സാധനങ്ങൾ വെച്ചു. അതിന്റെ മേലെ ഒരു തട്ട് വെച്ചിട്ടേ അതിന്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇറക്കും. എന്തിനാ? ഇതിന്റെ എല്ലാ സെറ്റപ്പും എല്ലാ പണികളും നമ്മുടെ ഐഡിയയിൽ നീങ്ങി. പക്ഷേ ഈ മോട്ടർ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാ. മോട്ടർ ഇതിന്റെ കേബിള് ചുറ്റി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് യൂണിഫോമായിട്ട് ചുറ്റണില്ല. അതിനൊരു പ്രശ്നം. യൂണിഫോമായിട്ട് കെട്ടുപണ കയറി മറിയാം. അങ്ങനെ ഇതിൽ കയറി പറഞ്ഞ സംഭവം അങ്ങനെ വരണം. വരാണ്ട് ചിലപ്പോൾ അതുമേ കൂടെ ചുറ്റി മറിയും. അപ്പൊ അതിന് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ വേണ്ടതെന്ന് വെച്ചാൽ ഈ കേബിള് വരുമ്പോ പതുക്കെ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് റൂട്ടിലേക്ക് വീഴും. ഇറക്കട്ടാ. എന്തിനു വാതില്? ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഈ മോട്ടറിന് ലോഡില്ലാണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാണ്ട് വരുമ്പോൾ മോട്ടറിന്റെ ലോഡ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാ. ഇപ്പൊ ഇതുമ്പോ ലോഡായി, മോട്ടറിന് ലോഡില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വരുന്ന സമയത്ത് ഇത് ഊരി മാറ്റണം. അച്ഛനാക്കി വെച്ചിട്ടുള്ളതാട്ടാ അച്ഛൻ്റെ ഐഡിയയില്. അല്ലെങ്കിൽ ഇതുമ്പലാണല്ലോ ഈ സാധനം തൂങ്ങി എടുക്കണം, ഇത്രയും വെയിറ്റ്. അപ്പോൾ ഫുൾ ടൈം മോട്ടറിന് ലോഡ് വരും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. അടിയിലേക്ക് പോകാനും മുകളിലേക്ക് പോകാനും ആരോ മാർക്ക്. ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് തിരിച്ചു വെച്ചാൽ ഫുൾ ഓഫായി. പിന്നെ ഇത് വർക്കാവില്ല. പിന്നെ അത് നമ്മൾ രണ്ടാമത് പ്രസ് ചെയ്ത് ഓൺ ചെയ്യണം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇറക്കാം അല്ലേ? അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എത്തി. ഇത് തുറന്നിട്ട് തുറക്കണ ഡോറല്ല, ഊരി മാറ്റണ ഡോറാണ്. നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ കാരണം പല പിഴവുകളും പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ 1 പണിക്ക് 2 പണിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾ എന്തായാലും ആദ്യമായിട്ട് സാധനം ചെയ്യുമ്പോൾ എന്തായാലും കുറേ തെറ്റുകൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ഒരൊറ്റടിക്കാണ്ട് ഇത് ശരിയായതല്ല, തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ശരിയായത്. എനിക്ക് ആ തുടക്കം തൊട്ട് തന്നെ നമ്മൾ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു ഓരോ ഘട്ടങ്ങളിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ അടി ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഈ ഫുഡ് വെച്ചിട്ടുള്ള സ്റ്റാൻഡ്, അത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിൽ 4 റോളറാണ്. ആ റോളറിൻ്റെ അപ്പുറത്ത് നട്ടും ബോൾട്ടാണ്. ആ ബോൾട്ട് ലൂസാക്കി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് അങ്ങനെ തന്നെ എടുത്ത് റോളറിന് കംപ്ലൈൻറ്റ് വന്നാൽ ബെയറിംഗ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
ആ ബെയറിങ്ങൾ മാറ്റാനൊക്കെ അത് അഴിച്ചെടുക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇത് പിടിപ്പിച്ചേക്കല്ല. പിന്നെ ഇപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ ഇത് അഴിച്ചു വെച്ചല്ലോ ഇതേമാതിരി ഇതിൻ്റെ 3 ഭാഗം അഴിക്കാം. അതായത് നമുക്ക് വട്ടം കൂടി എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇതുമ്മ ഫ്രീ ആയിട്ട് വെച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാം. അതിനുള്ള സെറ്റപ്പിന് ഇത് ഇതിനേക്കാൾ ഇപ്പൊ തള്ളിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണ വല്ല സാധനം കയറ്റണമെങ്കിലും അതെ ഊരി വെക്കാവുന്ന മെത്തേഡിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാധനം ഉണ്ടല്ലോ ഇത് കിണറാണ് കേട്ടോ. ഇതിന്റെ നേരെ താഴെയാണ് കിണർ. അപ്പൊ കിണറ്റിലേക്ക് സൂര്യപ്രകാശം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടേക്കായിരുന്നു. ആദ്യം മുൾഭാഗം ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ഇട്ടേക്കായിരുന്നു. പിന്നെ ഇവിടെ നിറച്ച് പ്രാവുകൾ കാക്കതൊക്കെ ഇതുമ്മ വന്നിരുന്ന് കഷ്ടിക്കണ കാരണം കൊണ്ട് പിന്നെ അത് അടച്ചു. അപ്പൊ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കള്ളി പോലെ ഇങ്ങനെ എടുക്കുക. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് സെറ്റപ്പ് ആക്കി. അങ്ങനെ വെച്ച് നമ്മുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് വെച്ചിട്ടുള്ള പ്രിൻസ് ചേട്ടനാണ് കേട്ടോ അതൊക്കെ ചെയ്തു നോക്കിയും. പക്ഷെ ഇതിൽ വെച്ച ഫിൽറ്റർ നല്ലതല്ലായിരുന്നു. അപ്പോൾ അച്ഛനൊരു ഐഡിയ തോന്നിയിട്ട് അച്ഛൻ ഇതിൻ്റെ ഫിൽറ്റർ വെച്ചു. ആ ഫിൽറ്റർ സിസ്റ്റം ഒക്കെ മുകളിലാണ് ഇരിക്കണത്. ഫിൽറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സെറ്റ് ചെയ്ത ഫിൽറ്റർ 2 വെച്ചത് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക എപ്പോഴും. ഭയങ്കര മഴ പെയ്യുന്ന ശബ്ദം. അപ്പോൾ എന്ത് ചെയ്തു അത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ മനസ്സിൽ തോന്നിയപ്പോൾ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇത് ഇട്ടിട്ടുള്ളതിൻ്റെ മുകളിൽ ഫിൽറ്ററിനെ മാറ്റി. അപ്പോൾ അറിയില്ല ഈ ഒരു പൈപ്പ് വഴിക്ക് വെള്ളം വരും. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രണ്ട് മോട്ടറുണ്ട്. അത് മോളെ പോവും. മോളിൽ നിന്നിട്ട് അച്ഛൻ ഒരു വലിയൊരു പാത്രത്തില് കുറെ മറ്റേ എല്ലാ സെറ്റപ്പ് ആക്കി ഫിൽറ്റർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പ് കരി മറ്റേ ചരല് മണല് അത് അങ്ങനത്തെ ഒക്കെ ഇതാക്കിയിട്ട് അതിൽ ഫിൽറ്റർ ചെയ്ത് പിന്നെ മറ്റേത് വെച്ചിട്ടുണ്ട് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് എല്ലാം ഉണ്ട്. പിന്നെ സ്പോഞ്ചും ഇതെല്ലാം വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് വെള്ളത്തിൽ വരിക. അപ്പം ഭയങ്കര ക്ലീൻ ആയിട്ട് എപ്പോഴും വെള്ളം കെടുക്കണ്ട. പിന്നെ ശബ്ദമില്ല. മറ്റേത് ഭയങ്കര മഴ പെയ്യില്ലേ, ചെറിയ മഴയല്ല, നല്ല മഴ പെയ്യണ പോലത്തെ സൗണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറയാൻ പറ്റില്ല. ഞങ്ങൾ മെയിനായിട്ട് എല്ലാവരും വന്ന് കഴിഞ്ഞ് ഈ ഊണുമേശയുടെ ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ടാണ് വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഫിൽറ്റർ ഓഫ് ആക്കി എടുക്കും. ഭയങ്കര സൗണ്ടാ. മഴ പെയ്യണ സൗണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റുന്നത് കുറച്ച് സമയമൊക്കെ കേൾക്കാം. പക്ഷെ അത് 24 മണിക്കൂർ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ബഹളം പോലെയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അങ്ങനെ ചെയ്താട്ടാ. അങ്ങനെ അതിൻ്റെ മുകളിലാണ് ഒരു മറ്റേ മീനിൻ്റെ പെട്ടിയില്ലേ, ബോക്സ് നീല കളറിലുള്ള പെട്ടി മാർക്കറ്റിലൊക്കെ കാണാം. അങ്ങനത്തെ പെട്ടിയാണ് അച്ഛനൊക്കെ അതിലാണ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഇത് പിടിപ്പിച്ചോന്ന് തന്നെ പറഞ്ഞത് ഗംഭീരായിട്ട് എന്നുള്ളത്. നമ്മുടെ വീട്ടിലത്തെ ഫിൽറ്റർ ഇതായപ്പോ പുറത്ത് വെച്ചേക്കണ വലിയ അക്വേറിയല്ലേ, അതിന്റെ ഫിൽറ്റർ വർക്ക് ആവാണ്ടായപ്പോ ഞാൻ പ്രിൻസ് ചേട്ടനെ വിളിച്ചപ്പോ ആള് പറഞ്ഞ എന്തിനാ എന്നെ വിളിക്കണ, കുട്ടിയുടെ അച്ഛനെ വിളിക്കൂ. ഞാൻ ചെന്ന് നോക്കിയപ്പോ ആകെ കാലങ്ങി മറിഞ്ഞ് മീനൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അതേമാതിരി ആയിരുന്നു വെള്ളം. എനിക്കാണ് ആകെ ഇതായി. ഞാൻ എന്നിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതുപോലെ ശരിയാക്കി. ഇപ്പൊ അടിപൊളിയായി. പിന്നെ വേറൊരു സംഭവം ഒരു ദിവസം അച്ഛൻ അടുക്കളയിലേക്ക് വരുമ്പോ അമ്മായിയമ്മയും മരുമോളും കൂടി ഗുസ്തി കൂടാ. എന്തുകൊണ്ടാന്നറിയോ? നൂലപ്പുണ്ടാക്കാൻ നമ്മുടെ ജയഹയില് ഉണ്ടാക്കില്ല, അതുപോലെ അവർ 2 പേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് അമർത്തിയിട്ടാണ് നൂലപ്പുണ്ടാക്കണത്. അപ്പൊ അച്ഛൻ അപ്പൊ ഒരു ഐഡിയ തോന്നി. അങ്ങനെ അച്ഛൻ നൂലപ്പത്തിന്റെ ഒരു സാധനം ഉണ്ടാക്കി. അങ്ങനെ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തു കൊടുത്തൊരു സെറ്റിങ്സ് ആണ് ഇത്. കണ്ട ഈ ജനലമ്മ പിടിപ്പിച്ചു കൊടുത്തു. നൂലപ്പം ഉണ്ടാക്കേണ്ട സമയത്ത് അല്ലാത്തപ്പോൾ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം. ഉണ്ടാക്കേണ്ട സമയത്ത് ഇതിങ്ങനെ വെക്കുക, ഇതിങ്ങനെ തുറക്കുക. ഇത് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കണ സാധനം ഉണ്ടല്ലോ, സേവനാഴി, അതിലേക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന നൂലപ്പം, ഞങ്ങൾ നൂലപ്പം എന്ന് പറയും, പല സ്ഥലങ്ങളിൽ ഇടിയപ്പം എന്നൊക്കെയാ പറയാ. അതിലേക്ക് മാവ് കുഴച്ച് നിറയ്ക്കുക. അമ്മയ്ക്ക് ഈ വിരലുകൾക്കൊക്കെ ഭയങ്കര വേദന, ഷുഗർ. അമ്മയ്ക്ക് ഒരു 35-ാമത്തെ വയസ്സിൽ ഷുഗർ വന്നിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് ഈ മരുന്നുകളൊക്കെ കഴിക്കണം. അപ്പോൾ കുറേ കാലമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ വേദനയും, വിരലുകൾക്കൊക്കെ ഭയങ്കര വേദനയാണ്. വിരലുകൾ ഇങ്ങനെ മടങ്ങിയാൽ ചിലപ്പോൾ പിന്നെ നിവരില്ല, പിന്നെ ഇങ്ങനെ നിവർത്തണം, അങ്ങനെയാണ്. അപ്പോൾ
അമ്മയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പാടാ. അതാണ് അച്ഛൻ ഒരു വട്ടം അച്ഛന് അതിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അച്ഛന് വിഷമം തോന്നിയത്. അതിങ്ങനെ മുറുക്കുക, ഇങ്ങനെ ആക്കിയിട്ട് മുറുക്കുക, തിരിച്ചിങ്ങനെ മുറുക്കുക. അത് മുറുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചെമ്പിൻ്റെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടുമല്ലിക്ക് വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. എവിടെ കട്ടിൽ വെളിച്ചെണ്ണയൊക്കെ മറന്നു. ഇതിപ്പോ ഇത് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം മാവ് എടുത്ത് കുഴച്ചതാണ് കേട്ടാ. ഇത് അച്ഛനല്ലേ ഇഷ്ടം? നൂലപ്പൊക്കെ ഇഷ്ടം. നൂലപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെയാക്കാൻ നിറയുമ്പോൾ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം അല്ലേ അമ്മേ? ഒരു തട്ട് വെച്ചാൽ മതി. നല്ലോണം മുകളിലേക്ക്. എന്താ സുഖം, ഭാവിക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ അച്ഛനക്ക്? വേണ്ടേ? തിന്നാനോ സുഖല്ലേ? അവൾക്ക് ചിക്കൻ 65 ഒക്കെ തിന്നാൻ ഇഷ്ടമുള്ളൂ. കടയിൽ ചെന്നിട്ട് ആ പച്ചപ്പൊടി ഉണ്ടാക്കുമ്പോ ഇവിടെ നിന്ന് കഴിച്ചൂടെ? കടയിൽ ചെന്നിട്ട് അങ്ങനെ കഴിക്കണം അല്ലേ? അത് കഴിഞ്ഞു. ഇപ്പൊ ഇതൊരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഊര, അത് ഊരിയാൽ മതി. അതേനെ ഇതില് വെളിച്ചെണ്ണ വരട്ടെ. നമ്മുടെ കൈമ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നേരെ മാവ് നിറയ്ക്കുക. അതന്നെ നമുക്ക് എളുപ്പമാണ്. ഞാനിത് എടുക്കുമ്പോ ഇതിന്റെ അടിയിൽ അച്ചടക്കം പോരും. ഒട്ടി പിടിച്ചിട്ടില്ല. ഇതില് കിട്ടില്ല അത് ഇല്ലേ? അതിന്റെ ഇടയിലേ ഇരിക്കല്ലേ? അടുത്തതിൽ ചെയ്യാൻ പോവാട്ടാ. ഇത് ഒറ്റ ഒരെണ്ണം വലുത് ഉണ്ടാക്കണവരുണ്ട്. അങ്ങനെ ഉണ്ടാക്കണവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മാവ് കഴിഞ്ഞു. അപ്പൊ ഇത് ലൂസാക്കി നീക്കുക. അത് ലൂസായി ഇങ്ങനെടുത്തു. കഴിഞ്ഞു. തിരിച്ച് ഇങ്ങനെയാക്കി വെച്ചു. കാര്യം കഴിഞ്ഞു. ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ മരുമോൾ ഉണ്ടാക്കുന്നത് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് അത് അന്ന് ഉണ്ടാക്കിയത് കാണാം. വീഡിയോ എടുത്തിട്ട് അച്ഛൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു. ഇനി നാളികേരം ചെറുക്കണത്. ഇനി വേറെ ചെറിയ പരിപാടി കൂടി ഉണ്ട്. എൻ്റെ കല്യാണം ശരിയായ സമയത്തേ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പിന്നെ നാളൊക്കെ ശരിയായതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും കാണാൻ വന്നു. എല്ലാവരും കൂടിയിട്ട് ഒരു ട്രാവലറിൽ അങ്ങനെ വന്ന സമയത്ത് എല്ലാവരും നേരെ കയറി ഇങ്ങനെ അകത്തേക്ക് കയറി ഇങ്ങനെ എല്ലാവരും ബാക്കിലേക്ക് വരാം. അപ്പോൾ ബാക്കിൽ അച്ഛൻ്റെ വർക്ക്ഷോപ്പ് അന്ന് പിന്നിലായിരുന്നു, വീടിൻ്റെ പിന്നിലായിരുന്നു. അടുക്കള കഴിഞ്ഞിട്ട് ഈ വർക്ക്ഷോപ്പിൻ്റെയും ഇടയിൽ ഒരു ഇറയുണ്ട്. ആ ഇറയത്ത് അച്ഛൻ അന്ന് നാളേരെ പൊതിക്കാനുള്ള ഒരു ഇത് ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ ഇല്ലേ, അങ്ങനത്തെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി കൊണ്ടുവയ്ക്കാൻ പറ്റണമല്ല. നമ്മൾ എന്നിട്ട് അതിന്മേൽ ചവിട്ടി പിടിച്ചിട്ടൊക്കെ വേണമല്ലോ ചെയ്യാൻ. ഇത് അച്ഛൻ ആ ബാക്കിലെ ഇറയത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വരുന്നവരെല്ലാവരും ആരും എന്നെ അല്ല നോക്കിയോടെ എന്നെ കാണാനാണ് വന്നത്. ഒക്കെ ഈ നാളേരെ പൊതിക്കണ കുറ്റീനെ ചുറ്റുമായിരുന്നു. എന്നിട്ട് നമ്മുടെ വിജയനൊക്കെ ഒരു നാളേരൊക്കെ അതിൽ പൊതിച്ചു നോക്കി. ഭയങ്കര അത്ഭുതം എല്ലാവർക്കും അത് കണ്ടിട്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം അത് എല്ലാ വീടുകളിലും ആയി ആ സാധനം. ഇത് നാളികേര ചെരുകാനായിട്ട് ഇത് അച്ഛൻ ഇവിടെ സെറ്റപ്പാക്കി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണ ബാക്കിലേക്ക് ഇറങ്ങണ വർക്ക് ഏരിയയാണ്. അവിടെയാണ് ഇത് അമ്മിത്തറയാണിത്. അമ്മിത്തറയുമ്പോൾ ഇതേ ഇങ്ങനെ വെച്ചേക്കാം ഒരു മോട്ടറും ഒക്കെ ഇട്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു കിണ്ണം ഇങ്ങനെ വെക്കുക. ഇത് തെറിച്ചു പോകാണ്ടിരിക്കാതെ ഒരു പാത്രം ഇത് കണ്ട ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ അച്ഛൻ പറയും ബാക്കി. ഇതൊരു മോട്ടർ പഴയത് കിട്ടിയപ്പോ ഇങ്ങനെ ഒരു ഐഡിയ വന്നതാ. അല്ലെങ്കിൽ ഇത് ശരിയാക്കില്ല. അപ്പൊ ഇതിപ്പോ നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓണായി അത് ഓണായി.
ഇത് നമ്മൾ നാളികേരം വെച്ചിട്ട് ചെറുതാ നാളികേരം ചെറുക്കിയെടുക്കാം. ഇത് ചക്കര ചെരുകൂട്ടാ ചക്കര ചെരുക്കും അച്ഛനും ചെയ്യും. അമ്മയ്ക്ക് പറ്റില്ല, അമ്മയ്ക്ക് കൈ തെറ്റിപ്പോവും ചിലപ്പോഴേ. എനിക്കും പേടിയാ, അതൊന്നും ചെയ്ത് നോക്കിയിട്ട് പോലുമില്ല. എനിക്കിത് കാണുമ്പോ പേടിയാവാ. അതെ, ഉൾഭാഗം ആ പൊടി പൊടി പൊടിയായിട്ടേ നല്ല ഇതുപോലെ കിട്ടും, ഒരേപോലെ ഇട്ട്. അവലോസ് പൊടിക്ക് ഉണ്ടാക്കാൻ നല്ലതാ ഇങ്ങനെ കിട്ടണത് അല്ലേ. നല്ല ശ്രദ്ധയോടുകൂടി ഇതിലിപ്പോ പുലിമല എന്താ വെച്ചാല് ചിരവ ഞാൻ തന്നെ വരണം. നല്ല ശ്രദ്ധയോടുകൂടി നിന്ന് ചിരവണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് തെറിച്ചു പോകും. അതിനൊരു പ്രശ്നമുണ്ട്. ചക്കര ചെയ്യും, മരുള് അത് ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പൊ ചേട്ടൻ വെറുതെ അല്ല, ഇടയ്ക്കിടയ്ക്ക് സരിതയുടെ അച്ഛന്റെ തല എന്ന് പറയണത് ഇപ്പൊ മനസ്സിലായില്ലേ. അച്ഛൻ ഇങ്ങനെ പണ്ട് തൊട്ടേ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഓരോന്ന് അച്ഛൻ ഇങ്ങനെ പണ്ടേ ചെയ്യാറുണ്ട്. പണ്ട് അച്ഛൻ ഞായറാഴ്ച ദിവസമാണല്ലോ മുടക്ക്. ആദ്യം അച്ഛനൊരു കമ്പനിയിലേക്ക് പണിക്ക് പോവായിരുന്നു. അപ്പം ഞായറാഴ്ച ദിവസം മുടക്ക. അപ്പോൾ ഈ ഞായറാഴ്ച ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഐഡിയ വരും. പിന്നെ എല്ലാ സാധനങ്ങളും ആദ്യം തല തിരിച്ചിട്ട് അച്ഛൻ ചെയ്യുള്ളൂ. എല്ലാ കാര്യത്തിനും ഒരു ഇരട്ടിപ്പണി ഉണ്ടാവും. അത് അമ്മ പറഞ്ഞു കൊടുക്കും. ബോധം പോവാ. നമ്മുടെ ഭയങ്കര ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ വെച്ചാ ഐസക് ന്യൂട്ടന്റെ കഥ കേട്ടിട്ടില്ലേ? പൂച്ചകളെ വളർത്തി തള്ളപ്പൂച്ചയുണ്ട്, ഒരു കുട്ടിപ്പൂച്ചയുണ്ട്. ആ പൂച്ചകൾക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കിയ ആള്. കൂടുണ്ടാക്കിയിട്ട് അതിന് 2 ഡോർ വെച്ചു. തള്ളപ്പൂച്ചയ്ക്ക് കിടക്കാൻ ഒരെണ്ണം, ചെറുത് കുട്ടിപ്പൂച്ചയ്ക്ക് കിടക്കാൻ. അപ്പോൾ ന്യൂട്ടന്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു, ഇതെന്തിനീ 2 ഡോറ്? അപ്പൊ 2 പേർക്കും കിടക്കണ്ടേ? ഇത് ഈ ചെറുതി കൂടെ തള്ളക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വലുതിന് കിടക്കാൻ വേണ്ടിയിട്ടാണ്, തള്ളപ്പൂച്ചയ്ക്ക് കിടക്കാനാണ് വേണ്ടിയിട്ട്. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, നീ വലുതി കൂടെ 2 പേർക്കും കിടക്കാലോ എന്ന്. അപ്പോഴാണ് ആൾക്ക് ഐഡിയ ബോധം പോയത്. അപ്പൊ അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ളവർക്ക് ചെറിയ കാര്യങ്ങൾ മിസ്സിങ് ആവും. അത് അമ്മ പറഞ്ഞു കൊടുക്കും. ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴും അമ്മ ഒന്ന് നോക്കിയിട്ട് ഇതെന്ത് ഇങ്ങനെ ചെയ്തേക്ക ചോദിക്കുമ്പോഴാണ് അച്ഛന് ബോധം പോവുക. ഒക്കെ ഇരുന്ന് അഴിച്ച് ആദ്യം ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു രണ്ട് പണിയുണ്ടാവും അച്ഛന്. ഈ റൂമിൽ അച്ഛൻ തേക്കാൻ വേണ്ടിയിട്ടേ അച്ഛൻ ഇപ്പോഴും അച്ഛൻ്റെ ഷർട്ടും പാൻറ്റും തേച്ചിട്ട് മാത്രമേ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതൊക്കെ ഇൻസൈഡ് ഇത് കുട്ടപ്പനായിട്ട് തന്നെ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പം അച്ഛനിത് അത്യാവശ്യമുള്ള സാധനമാണ്, ഈ ഇസ്തിരിപ്പെട്ടി, ഈ അയൺ ഇത് തേക്കാനായിട്ടുള്ള ടേബിളും. അപ്പോൾ ഈ ടേബിള് അച്ഛൻ തന്നെ ഇവിടെ വെച്ചേ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ക്ലിപ്പ് അതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അഴിച്ചിങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാൽ മതി. ജസ്റ്റ് പൊക്കിയ അത് ലോക്കാവും. അങ്ങനെ കുറേ ഉണ്ട് തന്നെ. പിന്നെ എപ്പോഴാണ് ആദ്യമായിട്ട് എലിക്കണി ഉണ്ടാക്കിയ? കുറെ അച്ചാച്ചൻ അമ്മമ്മയ്ക്കുള്ള സമയത്ത് പണ്ട്. എന്നിട്ട് അപ്പോൾ അച്ചാച്ചനൊരു പിന്നെ അവനത് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ എലിപ്പെട്ടതില് അങ്ങനെ ഒരു ഇതട്ടാ. അതാ ഒരു പുച്ഛം പോലെ. എന്നിട്ട് അച്ഛൻ കൂടുണ്ടാക്കി വെച്ച അന്ന് തന്നെ 2 എലി ഒരുമിച്ചപ്പെട്ടു. അത് അച്ഛൻ്റെ കഴിവല്ല, പക്ഷെ എന്നാലും അതൊരു. അപ്പൊ അച്ഛനും മാമിക്ക് സമ്മതിച്ചു മകന്റെ ബുദ്ധി. അതെ, നമ്മള് വീട് പണിത് മാറിയ സമയത്ത് അച്ഛൻ എനിക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് തന്നു. അതെന്തിനാ അച്ഛൻ? ഭയങ്കര ഇഷ്ടമായിരുന്നു. വാഷിംഗ് മെഷീന്റെ ഡ്രമ്മുമ്മലാണ് അച്ഛൻ ഉണ്ടാക്കിയ ഒരു കുഷിയ വെച്ചിട്ട് അത് കിടന്ന് ഇങ്ങനെ തിരിയും. അതിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് വെറുതെ നമ്മളൊന്നിങ്ങനെ ആഞ്ഞാൽ മതി, അങ്ങനെ തിരിയാം നമുക്ക് വട്ടം. അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് ജഗ്ഗു എപ്പോ വന്നാലും അതുപോലെ ഇരുന്ന് തിരിക്കുക. അപ്പൊ അവനത് കൊടുത്തു. അവര് പിടിക്കുക നാടകശാലയിലേക്ക് നാടകത്തിന്റെ അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ അത് കണ്ടിട്ടില്ല. അങ്ങനെ അനവധി നിരവധി സാധനങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ കാണിച്ചു തന്നെ കേട്ടാ. മറ്റേ സ്ഫടികത്തിൽ പറഞ്ഞ പോലെ ആ തട്ടുപുറത്ത് കയറി നോക്ക് എന്ന് പറയണ പോലെ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. തട്ടുപുറത്ത് ഉള്ള സാധനങ്ങളൊക്കെ കാണിച്ചു. പോവാ. ആ ഏറ്റവും അടിപൊളിയായിരിക്കുന്ന ലിഫ്റ്റാണ്. അച്ഛനിപ്പോ ലിഫ്റ്റ് കണ്ടിട്ട് കുറെ ഓർഡറുകൾ കിട്ടുന്നുണ്ട്. ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വരുമോ ചോദിച്ചിട്ട്.
ഈ നൂലപ്പണ്ടാക്കാത്തതിനും കിട്ടിയ ഞാനത് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാനത് ചെയ്യാന്ന് പറയാം. ആരോടും വാക്ക് പറഞ്ഞിട്ടില്ല, സമ്മതിക്കില്ല. പിന്നെ ഒരു സ്ഥലത്തും പണിത് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചില സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇത് ഇങ്ങനെ വരണം, ഇത് ലാസ്റ്റ് ഇത് ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടണം, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കണത്. ഇവിടെ അങ്ങനത്തെ ലെയ്ത്ത് വർക്ക്ഷോപ്പ്, അച്ഛൻ ലെയ്ത്ത് വർക്ക്ഷോപ്പാണ്. അപ്പൊ ഉണ്ടാക്കി കിട്ടുമെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് തൃശ്ശൂർ ജില്ല ഒക്കെ അറിയാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് തൃശ്ശൂർ കേശവേട്ടൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടേക്ക് നിങ്ങൾ പോയി നോക്കുക, അവിടെ ചെയ്യാൻ പറ്റിയില്ലേ പിന്നെ നിങ്ങൾക്ക് ഇത് എവിടെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ വന്നിട്ട് അച്ഛന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ടില്ലേ. ഒരു പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് 45 ഡിഗ്രിയില്, അതായത് ഫോട്ടോ ഫ്രെയിം ചെയ്യണതിന് സ്ഥലല്ലേ, അവിടെ 45 ഡിഗ്രിയിൽ മരം കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റണ സാധനം ഉണ്ടാക്കണം. എന്നിട്ട് അച്ഛൻ്റെ ഐഡിയയിൽ അച്ഛൻ അത് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഒരു സാധനം അച്ഛൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ വിപണിയിൽ വരുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് അതിശയം തോന്നുന്നത്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ വിപണിയിൽ വരെ സാധനം റെഡിമേഡ് കിട്ടാൻ. അതുപോലെ ഇപ്പൊ വാഷിംഗ് മെഷീന്റെ ഡ്രമ്മിന്റെ പണിയാണ് മെയിനായിട്ട് അച്ഛൻ ഇപ്പൊ ചെയ്യാറുള്ളത്. അതും കേരളത്തിലെന്നല്ല, ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞാനാ ചെയ്തു തുറന്നത്. അത് അവസാനം ഇപ്പൊ എറണാകുളത്തും അവിടെ ഞാൻ ആ പണി നിർത്തി, എനിക്ക് വയ്യാണ്ടായി, വയസ്സായി. അപ്പൊ പിന്നെ ആ പണി ഞാൻ നിർത്തി. അങ്ങനെ പല പണികളും നിർത്തിയല്ലോ. വർക്ക്ഷോപ്പിൽ പണി കൊണ്ടുവരണവര് അയ്യോ ചതിക്കല്ല കേശവട്ടാന്ന് പറയുന്നല്ലോ അവര്, നിർത്താന്ന് പറയുമ്പോ. പിന്നെ എന്താ 73 വയസ്സായി. പിന്നെ എന്താ വെച്ചാല് ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല്, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പണി മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, അല്ലാത്ത പണി കൊണ്ടുവരാതിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആൾക്കാരുണ്ട്, നിങ്ങൾ അവിടെ പോയി ചെയ്തോ. അവര് പറ്റില്ല എന്ന് പറയാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തു തരാം. അതല്ല നമ്മുടെ ഇത്. ഈ വാഷിംഗ് മെഷീന്റെ ഡ്രം എന്ന് പറയുമ്പോഴേ നമ്മള് കുറെ വാഷ് ചെയ്ത് അഴുക്കും സോപ്പും ചെന്ന് അതിന്റെ അടിഭാഗത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിന്റെ അത് ദ്രവിച്ച് അത് പൊട്ടുമ്പോ പിന്നെ വാഷിംഗ് മെഷീൻ വർക്കാവില്ല. ആ സാധനമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ആ ദ്രവിക്കാണ്ട് നിൽക്കുന്ന ഭാഗം മുഴുവൻ മൊത്തം അടിച്ച് പൊട്ടിച്ച് കളയണം. അത് കളഞ്ഞിട്ട് അച്ഛൻ അവിടെ സ്റ്റീലിന്റെ സാധനമാണ് പകരം പിടിപ്പിച്ച് കൊടുക്കുക. അത് പിന്നെ ജീവിതത്തിൽ ഒരു കാലത്തും ദ്രവിക്കില്ല. അത് കമ്പനിക്കാർക്ക് തന്നെ സ്റ്റീലിന്റെ ഇട്ടാൽ മതി. അപ്പൊ അതിന് ഒരു കേടുന്നല്ലേ, പക്ഷെ അവർക്ക് കംപ്ലൈന്റ് വരണല്ലോ. അപ്പൊ ആ സ്റ്റീലിന്റെ ആക്കി കൊടുക്കുക ചെയ്യുക. അതാണ് അച്ഛൻ പണി. കുറച്ച് കൊല്ലങ്ങളായിട്ട് അതാ ചെയ്തോളൂ. ശരിക്കും തുടങ്ങിയത് AC-യുടെ കംപ്രസറിന്റെ ഫ്രിഡ്ജിന്റെ കംപ്രസറാണ് ആദ്യം ചെയ്തോടുന്നത്. അപ്പൊ എനിക്ക് പണി പഠിച്ച് വർക്കൊക്കെ ചെയ്യാവുന്ന കണ്ടീഷൻ വന്നപ്പോഴും സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇടാൻ എനിക്ക് മനസ്സിൽ പ്ലാൻ ഉണ്ട്. അതായത് ഞാനൊരു വർക്ക്ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ കോമ്പറ്റ് ചെയ്യാൻ ഒരാൾ വരരുത്. കോമ്പറ്റ് ചെയ്യാൻ വന്നാൽ അവൻ ഫെയിലായി പോകണം. അങ്ങനത്തെ വർക്ക് കിട്ടിയാലേ ഞാൻ വർക്ക്ഷോപ്പ് ഇടുള്ളൂ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ആദ്യമായി ബോർ ചെയ്ത് സ്ലീവ് അടിച്ചു വെച്ചു. കമ്പനിക്കാർ 250-300 പൗണ്ടായി ആ കമ്പനിക്കാർ നിർത്തും ഫ്രിഡ്ജിൻ്റെ പ്രഷർ. ഞാൻ അടിച്ചു കൊടുക്കണത് 700-800 അടിക്കും. എന്നിട്ട് കൊണ്ടുപോകണവർ എന്നെ വിളിച്ച് പറയും കേശവട്ടാ 800 അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അത്രയും ഹാപ്പിയാണ് അവർക്ക്. അതിനുശേഷം വാഷിംഗ് മെഷീൻ. ഇപ്പം ഞാൻ കാർ AC-യുടെ മെയിൻ പണികൾ ഞാൻ തന്നെ. ഇത് ഞാൻ ഈ 3 പണി, ഈ ഫ്രിഡ്ജിൻ്റെ പണി, വാഷിംഗ് മെഷീൻ്റെ പണി, കാർ AC-യുടെ പണി, ഇത് ഞാൻ ഒഴിച്ച് ഇവിടെ എൻ്റെ അറിവിൽ ഇവിടെ കേരളത്തിൽ ചെയ്യുന്നവരാരുമില്ല. വാഷിംഗ് മെഷീൻ്റെ ഇപ്പം ചെയ്യില്ലേ, ഗൾഫിൽ അച്ഛനെ കൊണ്ടുപോകാന്ന് കൂടെ വരാൻ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഹാൻഡിലിന്റെ ഡോറിന്റെ ഇത് പൊട്ടിയിട്ടെങ്കിൽ ഇതിന്റെ വർക്ക് ഇത് ഭയങ്കര സംഭവമാണ്. ഇത് 10-200 അബുദാബിയിൽ നിന്ന് കൊണ്ടുവരുന്നു ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട്. അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് കമ്പനിക്കാർ ഇടണം മെറ്റല് നമ്മൾ ബലമായിട്ടൊന്ന് പിടിച്ചാൽ ഇത് പൊട്ടും. പക്ഷെ ഞാനപ്പോൾ അതിന് ഓൾട്രേഷൻ ചെയ്ത് സ്റ്റീലിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ടെടുത്തത് എങ്ങനെ നിങ്ങൾ കുസ്തി പിടിച്ചാലും ഇത് പൊട്ടില്ല. ഇതിപ്പോൾ ഞാൻ പൊട്ടിയത് ഞാൻ ഉണ്ടാക്കിയിട്ടതാ. ഇത് എങ്ങനെ നിങ്ങൾ പിടിച്ചാലും ഇത് ഒടിയില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അബുദാബിയിൽ നിന്ന് 10-200 മേലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ പിന്നെ ബാറ് ഇതൊക്കെയുള്ള സ്ഥലങ്ങളിലും ലോഡ്ജൊക്കെ ഉള്ളതിൽ കള്ളുടിച്ചവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഒറ്റ പിടി പിടിച്ച് അടയ്ക്കുമ്പോൾ അത് കയ്യിൽ പോരും. അപ്പൊ അങ്ങനെ കുറെ കേസുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെ, അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.